ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതുപോലെയുള്ള ഒരു ഫയർ വർക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് ഇതുപോലെയുള്ള നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഇത് നമ്മൾ നേരത്തെ ഒരു ചെറിയ കുറച്ച് പണിയുണ്ടെങ്കിൽ നമുക്ക് ക്ഷമയുണ്ടെങ്കിൽ ഇത് സിമ്പിളായിട്ട് നമുക്ക് ഇതേപോലെ നമുക്കൊരു ഫയർ വർക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നുള്ളൂ. ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് ഇതേപോലെ നമുക്കൊരു ഫയർ വർക്ക് ക്രിയേറ്റ് ചെയ്യാം. നേരെ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. കണ്ടോ, നമുക്ക് എല്ലാവിടെയും അങ്ങോട്ട് പരത്താം. ഓക്കെ, അതിന് നമുക്ക് ന്യൂ ജനറൽ തൽക്കാലം സേവ് കൊടുക്കാം. സേവില് ഫയർ വർക്ക് പൂരമൊക്കെ അല്ലേ വരുന്നത്, പൂരമൊക്കെ കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്കൊരു ഫയർ വർക്ക് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നേരെ ഫയല് ന്യൂ ജനറൽ എടുത്തു. അപ്പോൾ ഈ ക്യൂബിനെ നമുക്ക് നേരെ മാറ്റിയിട്ട് എക്സ് ഉപയോഗിച്ചിട്ട് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, എന്നാൽ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ അമർത്തിയിട്ട് മെഷിൽ ഐസോസ്ഫിയർ ഉണ്ടാവും. ഓക്കെ, ഐസോസ്ഫിയർ എടുത്തിട്ട് നേരെ നമുക്ക് ടാബ് അമർത്തുമ്പോൾ എന്താണ്, ടാബ് അമർത്തുമ്പോൾ എഡിറ്റ് മോഡിൽ പോകും. എഡിറ്റ് മോഡിൽ എസ് അമർത്തിയിട്ട് സ്കെയില് 0.3 അമർത്താം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇതിനൊന്ന് മൂവ് ആക്കാം. ജി ഉപയോഗിച്ചിട്ട് മൂവ് ആക്കിയിട്ട് Z ഡയറക്ഷനിൽ കുറച്ച് മൂവ് ആക്കി വയ്ക്കാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, എങ്ങനെ എവിടെ മൂവ് ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് മേലെ എന്നിട്ട് നമുക്ക് ടാബ് അമർത്തിയാക്കി, എന്നിട്ട് നമുക്ക് ഷിഫ്റ്റ് ഡി അമർത്തിയിട്ട് കോപ്പി അടിക്കാം. Z ഡയറക്ഷൻ താത്താം. ടാബ് ഉപയോഗിച്ചിട്ട് S.2. ഓക്കെ, ടാബ് അമർത്തിയിട്ട് ഇത് നമുക്ക് സെലക്ട് ചെയ്യാം. ഈ ഒരു വലിയ ഐസോസ്ഫിയർ സെലക്ട് ചെയ്തിട്ട് നേരെ നമുക്ക് പാർട്ടിക്കൽ പ്രോപ്പർട്ടിയിൽ പോകാം. ഞാൻ കുറച്ച് വലുതാക്കി കാണിച്ചു തരാം. അവിടെ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോ, എമിറ്ററിൽ നമ്പേഴ്സ് ഞാനിപ്പോൾ ഒരു 5000 കൊടുക്കുന്നുണ്ട്. ഫ്രെയിം സ്റ്റാർട്ട് 10, നമുക്ക് എൻഡ് ഒരു 50 കൊടുക്കാം. ലൈഫ് ടൈം 150. പിന്നെ നമുക്ക് റാൻഡംനെസ് 1 കൊടുക്കാം. ഓക്കെ, അത് നമുക്ക് വയ്ക്കാം. ഇനി നമുക്ക് സോഴ്സ് എടുക്കാം. സോഴ്സ് എന്ന ഓപ്ഷൻ, അതിൽ ഫേസ് മാറ്റിയിട്ട് വോളിയം ആക്കാം. വോളിയത്തിന് അത് കഴിഞ്ഞിട്ട് നമുക്ക് വെലോസിറ്റി, ഇതൊക്കെ പ്രാക്ടിക്കൽ പ്രോപ്പർട്ടി നമുക്ക് ഫിസിക്സ് ഒക്കെ കണക്കൊക്കെ കാട്ടിയിട്ടാണ്. ഓക്കെ, വെലോസിറ്റിയിൽ നമുക്ക് നോർമലിൽ നമുക്കൊരു 4 മീറ്റർ/സെക്കൻഡ് കൊടുക്കാം. ഇനി നമുക്ക് റെൻഡർ എടുക്കാം. റെൻഡറിൽ നമുക്ക് ഹലോ മാറ്റിയിട്ട് നമുക്ക് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യാം. ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് ഷോ എമിറ്റർ ടിക്ക് ചെയ്തിട്ട് ഒബ്ജക്റ്റ് നമുക്ക് ഐസോസ്ഫിയർ 1 കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഒബ്ജക്റ്റ് റൊട്ടേഷനും കൊടുക്കാം. അതിനുശേഷം വ്യൂ പോർട്ട് ഡിസ്പ്ലേയിൽ റെൻഡേർഡ് മെറ്റീരിയൽ അത് മാറ്റിയിട്ട് നമുക്ക് എമൗണ്ട് എന്നിട്ട് ഷോ എമിറ്റർ കൊടുക്കാം. ഫീൽഡ് വെയിറ്റ് ഇവിടെ നമുക്ക് സ്കെയില് 0.5 ആക്കി കൊടുക്കാം. റെൻഡറിലാണ്, ഇത്തിരി മേലെയാണ്. ഫീൽഡ് വെയിറ്റ് നമുക്ക് 0.1 കൊടുക്കാം. അത് ഗ്രാവിറ്റിയാണ്. ഓക്കെ, അതിനുശേഷം ഗ്രാവിറ്റി 0.1 കൊടുത്തതിന് ശേഷം നമ്മൾ അടിയിലുള്ള ഈ താഴത്തുള്ള ഈ ചെറിയ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യാം. മെറ്റീരിയൽ ടാബിൽ പോകാം. ന്യൂ മെറ്റീരിയലിൽ എടുക്കാം. ന്യൂ മെറ്റീരിയലിൽ അതിൽ സർഫേസ് മാറ്റിയിട്ട് നമുക്ക് എമിറ്റർ ആക്കാം. എമിഷൻ ചെയ്യാം. എമിഷൻ ഞാനിപ്പോൾ ഒരു ഓറഞ്ച് കളർ എടുക്കുന്നുണ്ട്. ഓക്കെ, സ്ട്രെങ്ത് വന്നിട്ട് ഞാൻ 50 കൊടുക്കുന്നുണ്ട്. ഓക്കെ, സ്ട്രെങ്ത് 50. ഓക്കെ, ഇത്ര മതി. ഇനി നമുക്ക് റെൻഡർ അതിൽ നമുക്ക് EVയിൽ എടുത്തിട്ട് ആംബിയൻ ഒക്യുലേഷൻ ബ്ലൂമിങ്, എന്നിട്ട് നമുക്ക് ഫിലിമിൻ്റെ അണ്ടറിൽ ട്രാൻസ്പോർട്ടേഷൻ. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞ ശേഷം ഇവിടെ ക്ലിക്ക് കൊടുക്കാം. ഓക്കെ, നമുക്ക് റെൻഡറിങ് വ്യൂവിൽ പോവാം. റെൻഡറിങ് വ്യൂ പോകുമ്പോൾ അവിടെ തന്നെ നമുക്ക് ഫസ്റ്റ് തന്നെ ഒന്ന് ബ്ലൂം ചെയ്തിട്ട് ലൈറ്റ് മിന്നി കൊടിക്കും. ഇനി നമുക്ക് സ്പേസ് ബാർ ഒന്ന് അമർത്തി നോക്കാം. കണ്ടോ, ഇത്രയേ ഉള്ളൂ. നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഒരു ഫയർ വർക്ക് നമുക്ക് ചെയ്യാം. 80 ഫ്രെയിം വയ്ക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമുക്കൊരു സിമ്പിളായിട്ട് ഫയർ വർക്ക്. എന്തെങ്കിലും ഡൗട്ടോ അറിയാത്ത എന്തെങ്കിലും കാണിച്ചത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് മെസ്സേജ് അയച്ചാൽ കമൻറ്റ് ചെയ്താൽ മതി, നമുക്കത് പറഞ്ഞു തരാവുന്നതാണ്. ഓക്കെ, നമുക്കിത് ചെറിയ അനിമേഷനൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചിലതിൽ നമുക്ക് ഇങ്ങനെ ഫയർ വർക്കൊക്കെ ചെയ്യേണ്ടി വരില്ല. അതുപോലെ നമുക്ക് ബേസിക്കായിട്ട് ഇങ്ങനെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടുള്ളൂ. താങ്ക് യു.